ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റുള്ള കോസി വൈബ് തരുന്ന ഒരു ഡിന്നർ റെസിപ്പി കണ്ടാലോ. ഇന്ന് ഞങ്ങൾക്ക് ഡിന്നറിന് വൈറ്റ് സോസ് പാസ്ത ആയിരുന്നേ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. 2 പേർക്ക് കഴിക്കാൻ പറ്റുന്ന അളവിലാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. 1 ലിറ്റർ വെള്ളം എടുത്തിട്ട് തിളപ്പിക്കാൻ വെക്കാം. വെള്ളം അടച്ചു വെച്ചിട്ട് തിളപ്പിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. വെള്ളം തിളച്ചു വരുമ്പോഴത്തേക്കും 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ ചെയ്യാമേ. വെള്ളം നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് പാസ്ത ആഡ് ചെയ്യാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1 കപ്പ് മാക്രോണി പാസ്തയാണേ. പാസ്ത പല ഷേപ്പിലുണ്ടെന്നറിയാമല്ലോ. ഇത് മാക്രോണി പാസ്ത, നീളത്തിലിരിക്കുന്നില്ലേ അതാണ് ആൽഫ്രെഡോ പാസ്ത. ആൽഫ്രെഡോ പാസ്ത ആയാലും മാക്രോണി പാസ്ത ആയാലും ഈ സെയിം റെസിപ്പിയിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഈ പാസ്ത നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. ഈ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം കുറച്ച് മീഡിയം ആക്കി വെക്കണം. ഇടയ്ക്കിടയ്ക്ക് മറക്കാതെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് കട്ട കെട്ടിപ്പോവും. എനിക്കിപ്പം ഏകദേശം 10 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഈ പാസ്ത നല്ലപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്കിതിൻ്റെ സോസ് റെഡിയാക്കാം. പാൻ ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ അല്ലാത്ത ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ആഡ് ചെയ്യാം. കൂടെ തന്നെ കുറച്ച് ബട്ടറും കൂടെ ആഡ് ചെയ്യാം. ഓയിൽ ഇല്ലാതെ ബട്ടർ മാത്രം ആഡ് ചെയ്താൽ ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ബട്ടർ നല്ലപോലെ മെൽറ്റ് ആയിട്ട് വരുമ്പം 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം നല്ല ലോ ആക്കി വെക്കാൻ മറക്കല്ലേ. ഇനി ഇതിലോട്ട് വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാവേ. വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും വെജിറ്റബിൾസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഞങ്ങളിവിടെ വെജിറ്റബിൾസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നിടം വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇനി ഇതിലോട്ട് നമുക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് ഫ്രഷ് ക്രീമാണേ. നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്രീമിയ ടെക്സ്ചർ കൂടുതൽ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ 1 കപ്പ് വരെ ഫ്രഷ് ക്രീം എടുക്കാവുന്നതാണ്. ക്രീം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കൈ എടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണേ. ചൂടാകും തോറും ഈ ക്രീം കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് വരുന്ന പോലെ തോന്നുവേ. ഈ ക്രീം ഒന്ന് തിക്കായി ചെറുതായിട്ടൊന്ന് തിളച്ചു തുടങ്ങുമ്പോൾ നമുക്ക് മുമ്പേ വേവിച്ച് മാറ്റി വെച്ച പാസ്ത ആഡ് ചെയ്യാം. ഞാൻ ആദ്യമേ പാസ്ത ഉണ്ടാക്കി വേവിച്ചത് മാറ്റിവെക്കും. ചിലര് പാസ്ത വേവിക്കുന്ന സമയത്താണ് ഈ സോസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന റിസ്ക് എന്താണെന്ന് വെച്ചാൽ സോസ് റെഡിയായി കഴിയുമ്പോഴത്തേക്കും പാസ്ത വെന്തില്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഞാൻ ആദ്യമേ പോയി പാസ്ത അങ്ങ് വേവിച്ച് മാറ്റി വെക്കും. ഓക്കെ, അപ്പോൾ പാസ്ത ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് ചീസ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക. ചീസിൻ്റെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവേ. പുളിപ്പ് കൂടിയ മൊസറല്ല ചീസ് ഒഴിച്ച് ബാക്കി ഏത് ചീസ് വേണേലും ഇതിന് ഉപയോഗിക്കാനായിട്ട് പറ്റും. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്ത ചീസൊക്കെ നല്ലപോലെ ഒന്ന് മെൽറ്റ് ആകുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ കസൂരി മേത്തി ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ എടുത്തപ്പോൾ കുറച്ച് കൂടി പോയിട്ടുണ്ടേ. 1/2 ടീസ്പൂൺ എടുത്താൽ കറക്റ്റ് ആയിരിക്കും. എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യാം. ഇപ്പം ഞാൻ കസൂരി മേത്തി ആഡ് ചെയ്തതിന് പകരം നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ ആണുള്ളതെങ്കിൽ ആ ഒറിഗാനോ വേണേലും ചേർത്ത് കൊടുക്കാം. ഇപ്പം ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് ചിക്കൻ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. ചിക്കൻ കൂടി ഇട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടെ കൂടത്തേ ഉള്ളൂ. അങ്ങനെ കുറച്ച് നേരം മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇത് കുറച്ച് തിക്കാവുന്നത് കാണാം. അങ്ങനെ ഒരുപാട് തിക്കായി പോയി എന്ന് തോന്നിയാൽ നമ്മൾ നേരത്തെ പാസ്ത വേവിച്ചപ്പോൾ ഉണ്ടായിരുന്ന വെള്ളം 1-2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇൻ കേസ് ആ വെള്ളം ഇല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളം 1-2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പം ലൂസ് കൺസിസ്റ്റൻസി ആയി കിട്ടും. ഇപ്പം വേണമെങ്കിൽ ഉപ്പോ കുരുമുളകോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. പാസ്ത ഓൾറെഡി വേവിച്ച് വെച്ചതുകൊണ്ട് തന്നെ ഇനി ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ ക്രീമി ടേസ്റ്റി വൈറ്റ് സോസ് പാസ്ത റെഡി ആയിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ സെർവ് ചെയ്ത് ചൂടോടുകൂടെ തന്നെ കഴിക്കണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറയണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ട്, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.